അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജീവിതത്തിൽ എല്ലാവർക്കും പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് അല്ലേ? ചിലപ്പോൾ അതൊരു രോഗമാകാം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയാകാം, അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരുടെ വേർപാടോ മറ്റെന്തെങ്കിലും തരം പ്രയാസങ്ങളോ ആകാം. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ആയുധമാണ് ക്ഷമ എന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു നൽകുന്ന അതിമനോഹരമായ പ്രതിഫലങ്ങളെ കുറിച്ചിട്ടാണ്. ക്ഷമ എന്നാൽ കേവലം മൗനം പാലിക്കലല്ല, ആണോ? മറിച്ച് കഠിനമായ പരീക്ഷണങ്ങളുടെ നടുവിലും മനസ്സ് പതറാതെ പരാതികൾക്ക് പകരം അല്ലാഹുവിൻ്റെ വിധിയിൽ സംതൃപ്തി അടയുന്നതിനെയാണ് ഇസ്ലാം ക്ഷമ എന്ന് പറയുന്നത്. ക്ഷമയ്ക്ക് സബർ എന്നും വിളിക്കുന്നുണ്ട്. ഇസ്ലാമിൽ ക്ഷമയെ 3 സുപ്രധാന തലങ്ങളായിട്ട് കണക്കാക്കുന്നുണ്ട്. 1. ആരാധനകളിലെ ക്ഷമ. അല്ലാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നത് ചിലപ്പോൾ മനസ്സിന് വലിയ ഭാരമായി തോന്നാം. പ്രയാസകരമായ സാഹചര്യങ്ങളിലും മുടങ്ങാതെ നിസ്കരിക്കാനും തിന്മകളോട് വേണ്ട എന്ന് പറയാനും കാണിക്കുന്ന നിശ്ചയദാർഢ്യമാണ് ഒന്നാമത്തെ ക്ഷമ. ഇതൊരു വിശ്വാസിയുടെ ആത്മനിയന്ത്രണത്തിൻ്റെ അടയാളമാണ്. 2. തിന്മകളിൽ നിന്നുള്ള വിട്ടുനിൽക്കൽ. പാപങ്ങൾ ചെയ്യാൻ സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോഴും അല്ലാഹുവിനെ ഭയന്ന് അതിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത് വലിയൊരു പോരാട്ടമാണ്. ആത്മസംയമനം പാലിച്ച് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കാണിക്കുന്ന ക്ഷമയാണ് വിശ്വാസിയെ ഉന്നതനാക്കുന്നത്. 3. ക്ഷമ, വിധിയിലുള്ള ക്ഷമ. ജീവിതത്തിലെ പരാജയങ്ങൾ, രോഗങ്ങൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ വേർപാട് സംഭവിക്കുമ്പോൾ അല്ലാഹുവിനോട് നീരസം പ്രകടിപ്പിക്കാതെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് അതിനെ സ്വീകരിക്കുക. ഇത് അല്ലാഹുവിൻ്റെ തീരുമാനത്തിലുള്ള പരിപൂർണമായ വിശ്വാസമാണ്. ഓർക്കുക, ക്ഷമ എന്നത് ബലഹീനതയുടെ ലക്ഷണമാണെന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ സ്വന്തം ദേശത്തെയും വികാരങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് ഏറ്റവും വലിയ വീരൻ. അല്ലാഹു ഖുർആനിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ക്ഷമിക്കുന്നവർക്ക് അവരുടെ പ്രതിഫലം കണക്കില്ലാതെ പൂർണ്ണമായിട്ട് നൽകപ്പെടും. ലോകത്തിലെ ഏത് കാര്യത്തിനും ഒരു അളവും തൂക്കവുമുണ്ട്. എന്നാൽ ക്ഷമയുടെ പ്രതിഫലത്തിന് അല്ലാഹു ഒരു പരിധിയും നിശ്ചയിച്ചിട്ടില്ല. അല്ലാഹുവിൻ്റെ സാമീപ്യവും സ്നേഹവും ലഭിക്കുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിഫലം. അതുകൊണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികൾ കണ്ട് ഭയപ്പെടരുത്. ഓരോ പ്രയാസത്തിനു പിന്നിലും നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു വലിയ പ്രതിഫലമുണ്ട്. ആ തിരിച്ചറിവോടെ മുന്നോട്ട് പോവുക. അതാണ് യഥാർത്ഥ വിശ്വാസിയുടെ ലക്ഷണം. ഇനി നമുക്ക് ക്ഷമയുടെ പ്രതിഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അല്ലാഹുവിൻ്റെ കൂടെയുള്ള സാമീപ്യമാണ് ക്ഷമിക്കുന്നവർക്കുള്ള പ്രതിഫലത്തിൽ ഒന്നാമത്തേത്. തീർച്ചയായും അല്ലാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹു കൂടെയുണ്ട് എന്നതിനേക്കാൾ വലിയൊരു സമാധാനം മറ്റെന്താണ്? ആ ഒരു പ്രതിഫലമാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് മഗ്ഫിറത്ത്, പാപമോചനം. നാം ക്ഷമിക്കുമ്പോൾ നമ്മുടെ ചെറിയ തെറ്റുകൾ പൊറുക്കപ്പെടാൻ അത് കാരണമാകുന്നു. മൂന്നാമത്തേത് സ്വർഗം. ക്ഷമ കൈവരിച്ചവർക്ക് സ്വർഗത്തിൽ പ്രത്യേക സ്ഥാനം ലഭിക്കുമെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നാലാമത്തേത് സമാധാനം. മനസ്സിൽ അനാവശ്യമായ വേവലാതികൾ ഇല്ലാതാക്കാനും ക്ഷമ സഹായിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ക്ഷമ എന്നത് ഒരു
ലക്ഷണമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അത് ഏറ്റവും വലിയ യോദ്ധാവിൻ്റെ ലക്ഷണമാണ്. വരാനിരിക്കുന്ന പ്രയാസങ്ങൾ കണ്ട് ഭയപ്പെടേണ്ട. അല്ലാഹു കാണുന്നുണ്ട്, അവൻ കേൾക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന ഓരോ ക്ഷമയ്ക്കും കണക്കില്ലാത്ത പ്രതിഫലം അവൻ കാത്തുവച്ചിട്ടുണ്ട്. ക്ഷമ എന്നത് ഒരു ചെറിയ വിത്താണ്. അത് നട്ടു നനച്ച് വളർത്തിയാൽ സ്വർഗം പോലൊരു പൂന്തോട്ടം നിങ്ങൾക്ക് ലഭിക്കും. സ്വർഗത്തിലെ ഓരോ പ്രയാസത്തിലും ഒരു പുഞ്ചിരിയോടെ ക്ഷമിക്കൂ. അല്ലാഹു നിങ്ങളുടെയും എൻ്റെയും വേദനകൾ കാണുന്നുണ്ട്. അവൻ അതിനുള്ള പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും ചെറുതും വലുതുമായിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് നമുക്ക് ക്ഷമിക്കാനുള്ള കഴിവ് അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. അല്ലാഹു നമുക്കെല്ലാവർക്കും വലിയൊരു ക്ഷമ കൈവരിക്കാനുള്ള കഴിവ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.